അതുകൂടെ അറിയണേ നമ്മ എങ്ങോട്ടാ പോണത്? നമ്മ ഇന്ന് പോണത് ഒരു പീക്ക് ഡിസ്ട്രിക്റ്റില്, എന്നിട്ട് ഡൗഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. എന്തായാലും നമുക്ക് ഇന്നൊന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. അടിപൊളിയാണോ നോക്കാം കേട്ടാ. പോയിട്ട് വരാം. അപ്പൊ ഓക്കെ. അപ്പൊ ഞങ്ങള് ഏകദേശം അവിടെ എത്താറായി. ഞങ്ങൾ ഇറങ്ങിയപ്പോ ഇച്ചിരി താമസിച്ചു. രാവിലെ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ ഞങ്ങളെല്ലാരും എഴുന്നേറ്റപ്പോ തന്നെ വൈകി. പിന്നെ 1 മണിക്കൂർ ഡ്രൈവേ ഉള്ളൂ. ഇത് ഡെർബിഷെയറിലാണിത്. ഡെർബിഷെയറിൽ ഞങ്ങൾ പോകുന്നത് ഡൗഡെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. പീക്ക് ഡിസ്ട്രിക്റ്റിൽ തന്നെ പല പല ഏരിയകളുണ്ട് കേട്ടോ. ഞങ്ങൾ പോകുന്നത് ഡൗഡെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. വേറെയും കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെയും ഇത് ഇങ്ങനെ തന്നെ കാണാനും ഒക്കെയുള്ള ഇതുണ്ട്. അപ്പം ഞങ്ങൾ ഇവിടെ ഏകദേശം ഇപ്പം സ്ഥലത്തേക്ക് എത്തി. ഇതൊരു ഒത്തിരി ആൾക്കാര് ഒത്തിരി ഇതില് പോകുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പം നമ്മൾ വരുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വെയിലുള്ള സമയത്ത് വരാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ മഴയാണെങ്കിൽ പിന്നെ നമുക്ക് അത്ര ഓപ്പൺ ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് മലയാണ്. മലയിലൂടെ ഇങ്ങനെ കേറുന്നും അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടൊരു ഇതൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ അതിലൊക്കെ നടക്കാനും ഒക്കെ നമുക്ക്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുടയൊക്കെ പിടിച്ചും ഇവിടെ എന്ന് പറഞ്ഞാൽ ആരും അങ്ങനെ കുട പിടിക്കാറില്ല. അപ്പൊ അങ്ങനെ ഉള്ളപ്പോ എല്ലാവരും വെയിലുള്ള സമയത്ത് വരാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പൊ ഇവിടെ പാർക്കിങ്ങിന് സൗകര്യമുണ്ട്. പാർക്കിങ്ങിന് 1 മണിക്കൂറിന് 5 പൗണ്ടാണ്. പിന്നെ അതിൽ കൂടുമ്പോ 7 പൗണ്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഒരു ഇതില് 1 മണിക്കൂറല്ല, 4 മണിക്കൂറിന് 5 പൗണ്ട്. പിന്നെ അതിൽ കൂടുമ്പോ ഇച്ചിരി കൂടി പൗണ്ട്. അപ്പൊ ഞങ്ങൾ അങ്ങനെ എല്ലാം പാർക്ക് ചെയ്ത്, വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ ഇതേ പതുക്കെ നടക്കാൻ തുടങ്ങി. അപ്പൊ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്, വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ എല്ലാം നടന്ന് കാണാനുള്ള ഒരു ഇതിലാണ്. നടന്ന് കാണാന്ന് പറഞ്ഞാൽ അങ്ങനെ അധികം കാണണമെന്നില്ല. അപ്പൊ നമ്മളിങ്ങനെ പോകുന്നത് ഇങ്ങനെ പുഴ പോലെ ഇങ്ങനെ ഒഴുകി പോകുന്ന അതിന്റെ സൈഡിൽ കൂടിയാണ് നമ്മളിങ്ങനെ നടന്നു പോകുന്നത്. അപ്പുറത്തും ഇപ്പുറത്തും 2 വഴികളുണ്ട്. അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആകും. ഫാമിലി ആയിട്ട് ഫ്രണ്ട്സ് ഒക്കെ കൂടി ഒത്തിരി പേര് കൂടി പോയാലും നല്ല രസമാണ് കേട്ടോ. അപ്പൊ ഇതാണ് അരുവി പറഞ്ഞത്. അപ്പം ഇതില് നമ്മള് മലയുടെ ചുറ്റിനും ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. മലകളും പച്ചപ്പും അരുവിയും എല്ലാം ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ പോണൊരു ഫീലിങ്സാണ്. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ. അപ്പൊ ഇത് ഇവിടുന്ന് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്, മലയുടെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇത് സൂക്ഷിച്ചു കിടക്കണം. കുഞ്ഞു പിള്ളേരൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് വീണാലും ഒന്നും പറ്റത്തില്ല, വലിയ ആഴമൊന്നുമില്ല. പക്ഷെ ചില സമയത്ത് ഇവിടെ ഫുള്ളത് മൂടി പോകാറുണ്ടെന്നൊക്കെ ഇങ്ങനെ ആൾക്കാർ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇതേ സ്റ്റെപ്പിംഗ് സ്റ്റോൺ വഴി ഇങ്ങനെ നടന്നു. പക്ഷെ അത്യാവശ്യം വീതിയുള്ള കല്ലാണ്, നമ്മളങ്ങനെ വീഴത്തൊന്നുമില്ല. പിന്നെ ഒരു കെയർലെസ് ആയിട്ടൊക്കെ പോയാൽ വീണ് നമ്മുടെ ഉടുപ്പെല്ലാം വെള്ളം നനയും, അത്രേ ഉള്ളൂ. നല്ല ഐസ് പോലത്തെ വെള്ളമാണ് കേട്ടോ. കാലൊക്കെ തണുത്ത് നമ്മൾ തണുത്തിങ്ങനെ മരച്ചു പോകും, അതേപോലെ വെള്ളമാണ്. കാണുമ്പം നല്ല തെളിഞ്ഞ വെള്ളമാണ്, പക്ഷെ നല്ല ഭയങ്കര തണുപ്പാണ്. അപ്പൊ ഇത് ആൾക്കാരെല്ലാരും സൂക്ഷിച്ച് പതുക്കെ നടന്ന് അതിന്റെ അപ്പുറത്തേക്ക് ഞങ്ങൾ പോവാണ്. അപ്പുറത്ത് എത്തിയതിനു ശേഷം നമുക്ക് ആ മലയൊന്ന് കയറണം. മല എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല മലയാണ് കേട്ടോ. നമ്മളിങ്ങനെ അധികം ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഭയങ്കര നമുക്ക് ബുദ്ധിമുട്ടാണ് ഈ മലയിലേക്ക് കയറുമ്പോൾ. ഞങ്ങള് കുറെ അങ്ങ് കയറി, ഒത്തിരി അങ്ങ് കയറാന്ന്. അതിന്റെ വലിയ ഉയരത്തിലേക്കുള്ള മലയിലേക്ക് ഞങ്ങൾ കയറിയില്ല. ഞങ്ങൾ പതുക്കെ കുറച്ച് കയറിയിട്ട് ഞങ്ങൾ പതുക്കെ ഇറങ്ങി പോകുന്നു സാവകാശം. അപ്പൊ ഈ കയറാനുള്ള വഴിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ സൂക്ഷിച്ച് പിള്ളേരെ കൊണ്ടൊക്കെ പോകുമ്പോൾ നമ്മൾ നല്ലപോലെ കെയർഫുൾ ആയിട്ട് വേണം പോകാൻ, അല്ലെങ്കിൽ ഉരുണ്ട് വീഴും. അപ്പൊ ഞങ്ങളിത് ഇങ്ങനെ അതുപോലെ മലയൊക്കെ കയറി കുറച്ച് നല്ലൊരു എക്സസൈസും കൂടെയാണ് കേട്ടോ. അപ്പൊ ഫുഡും വരുമ്പോ എല്ലാവരും നല്ലപോലെ എന്തെങ്കിലും ഫുഡ് അങ്ങനത്തെയൊക്കെ കൊണ്ടുവരിക. കഴിക്കാൻ എന്തെങ്കിലും സ്നാക്സ് ഐറ്റംസ്, വെള്ളം, ഇങ്ങനത്തെ എല്ലാം കൊണ്ടുവന്ന് വേണം വരാൻ. അപ്പം നമുക്ക് ഇതിന്റെ മുകളിലൊക്കെ കയറി വന്നിരുന്നിട്ട് നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യാം. ചിപ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ.
പിന്നെ പിള്ളേരൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ ദാഹിക്കുമല്ലോ, എപ്പോഴും ദാഹം ഉണ്ടാവും. അപ്പം വെള്ളം കൊണ്ടുവരണം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം വരുമ്പോൾ. അപ്പോൾ ഇതേ മലയുടെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ കാണുന്നത്. അപ്പോൾ താഴെ കണ്ട ആൾക്കാർ നടക്കുന്നത്, അവിടെയാണ് ആ സ്റ്റെപ്പിംഗ് സ്റ്റോണിൻ്റെ സംഭവം. അപ്പം ഞങ്ങളൊരു പകുതി മുക്കാലുള്ള ഒത്തിരി അങ്ങ് മുകളിലേക്ക് പോയില്ല, കാരണം കുറച്ച് കയറിയിട്ട് പിന്നെ നമ്മൾ ഇറങ്ങാൻ വേണ്ടി ഭയങ്കരമായിട്ട് കഷ്ടപ്പെടും. അതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി അങ്ങ് പോയില്ല. അത്യാവശ്യം ഒരു ചെറിയൊരു അത്യാവശ്യം നല്ല ഉയരത്തിലുള്ള മലയിലാണ് നിൽക്കുന്നത്. അപ്പം ഞങ്ങളിത് ഇവിടെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അങ്ങ് ആ കോണിൽ മുകളിൽ കാണുന്ന ആ മലയില്ല, അവിടം വരെ പോകാം. കുറേ പേര് അങ്ങ് കയറിപ്പോയി, ഞങ്ങൾ പോയില്ല. ഞങ്ങൾ ഇവിടെ തന്നെ നിന്നിട്ട് ജസ്റ്റ് നമ്മുടെ ഒരു ഇതിൽ കുറച്ച് നേരം അവിടെ ഇരുന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി പോകുന്നു. ദേ ഇച്ചാൻ തിരിച്ചിറങ്ങി പോരുന്നുണ്ട്, ഞാൻ താഴേന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങള് തോറ്റു മടങ്ങി, ഫുള്ള് മല കയറാൻ ഇതിന്റെ അപ്പുറം ചാടിക്കടന്നവനാണ് ഈ കേക്ക്. വീഴാതെയൊക്കെ ഇറങ്ങി വരുവാണ്. പക്ഷെ ഇത് ഞാൻ ഇടും. ഇതല്ല, ഇതിന്റെ അപ്പുറം ചാടിക്കടന്നവനാണ് ഈ KK ജോസഫ്. കൊച്ചുരുണ്ട് വീണോ? അപ്പൊ അങ്ങനെ ഞാനും അവസാനം ഇറങ്ങി പോന്നു മലയിന്ന്. അപ്പൊ ഞങ്ങൾ മല ഇറങ്ങിയപ്പോ ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോ തന്നെ ആകെ കാർമേഘം വന്ന് മൂടിയായിരുന്നു. മഴ പെയ്യാനുള്ള സകല സാധ്യതകളും കാണുന്നുണ്ട്. അപ്പൊ ഞങ്ങള് അന്ന് ഇറങ്ങി. അങ്ങനെ ഇറങ്ങി ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ പോവാണ്. അപ്പൊ പിള്ളേർക്ക് അവിടെ വെള്ളത്തിൽ കുറച്ചു നേരം കളിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങിയപ്പം ഭയങ്കര തണുപ്പായിരുന്നു വെള്ളത്തിൽ. അപ്പം ഞങ്ങൾ അവന്മാര് കാലൊക്കെ ഒന്ന് അധികം ഒന്നും കളിക്കാനൊന്നും പറ്റിയില്ല, വെള്ളത്തിൽ കളിക്കാനുള്ള ഒരു ഇല്ല. അപ്പം നല്ല തണുപ്പായതുകൊണ്ട് കാല് മരച്ചു പോകും നമ്മുടെ. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ. തിരിച്ച് നമ്മൾ അപ്പുറത്തെ വഴി കൂടെയാണ് വരുന്നത്. നമ്മൾ വന്ന വഴി ഓപ്പോസിറ്റാണ്. അതിൻ്റെ ഇപ്പുറത്തെ വഴി കൂടെ ഇതുപോലെ കല്ലുകൾ കിടക്കുവാണ്. അപ്പോൾ അതിലെയാണ് ഞങ്ങൾ വരുന്നത്. അപ്പോൾ സൂക്ഷിച്ച് പതുക്കെ പോരാന്നേ ഉള്ളൂ. അങ്ങനെ വീണ് പോകുമെന്നുള്ള പേടിയൊന്നുമില്ല. പക്ഷെ എന്നാലും നല്ലൊരു രസമാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ഈ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് പോവുക. UK-യിലുള്ള എല്ലാവർക്കും, UK-യിൽ നമ്മുടെ ഈ നോട്ടിംഗ്ഹാമിലുള്ള എല്ലാവർക്കും പോകാൻ പറ്റുന്ന നല്ല സൂപ്പർ സ്ഥലമാണ്. നല്ല വെയിലുള്ള സമയം നോക്കി പോകണം, അപ്പോഴാണ് അടിപൊളിയായിട്ട്. അപ്പം ഒരു 2-3 ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ്, നമുക്ക് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ നല്ല സൂപ്പറായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ പോകുമ്പോൾ ഒരു നേരത്തെ പോവാം. ഞങ്ങൾ കുറച്ച് താമസിച്ചാണ് പോയത്. അപ്പോൾ എല്ലാവരും നേരത്തെ പോകാൻ നോക്കുക. 10 മണി ആ സമയത്തൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 4 മണിക്കൂർ, ഇപ്പോൾ ഒരു ഉച്ച 3 മണി 2 മണിയൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് തിരിച്ചിറങ്ങാൻ പറ്റും. അപ്പോൾ മല ഫുള്ള് കയറേണ്ടവർക്ക് കയറാൻ കേട്ടോ. നല്ല അടിപൊളിയായിട്ട് എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പർ സ്ഥലമാണ്. അത് കുറേ ആടുകളൊക്കെ ഉണ്ട്. ഈ ആടുകൾക്കൊക്കെ അവർ നമ്പർ ഇട്ടിട്ടുണ്ട് കേട്ടോ, മേത്ത് ഇങ്ങനെ സീല് പോലെ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ തിരിച്ച് കയറി ഓടിപ്പോകുന്നുണ്ട്. ആടിനെ പിടിക്കുക. ഞങ്ങൾ ഡൗഡേല് കറങ്ങി അടിച്ച് ഇറങ്ങി. നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. സ്ഥലങ്ങളൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. നമ്മുടെ നാട്ടിലെ ബീച്ച് ഒക്കെ ഉണ്ടല്ലോ, നല്ല ഇതിൽ പച്ചപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കണം, ആ രീതിയിലുള്ള ഭംഗി. അതൊക്കെ വന്നു പോകണം. അപ്പോൾ ഇച്ചാൻ പറയുന്നത് നമ്മൾ സ്ഥലം നല്ല അടിപൊളി സ്ഥലമാണ്, നല്ല എല്ലാവരും ഒന്ന് വന്നു പോകണം എന്നുള്ളൊരു ഇതിൽ ഇച്ചാൻ പറഞ്ഞത്. അപ്പം ശരിയാണ് കേട്ടോ, നല്ലൊരു സ്ഥലമാണ്. എല്ലാവർക്കും ഒത്തിരി എൻജോയ് ചെയ്യാനും നമുക്ക് മനസ്സൊക്കെ നല്ല റിലാക്സ് ആവും. ടെൻഷൻ പിടിച്ചിരിക്കുന്ന സമയത്തൊന്ന് വന്നിട്ട് പോകാനൊക്കെ ഒരു പറ്റിയ സ്ഥലമാണ് കേട്ടോ. അപ്പം എല്ലാവരും വന്നിട്ട് വരിക. അപ്പം ഇതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വരിക. അപ്പം താമസിച്ച് പോയാൽ നമുക്ക് ഇച്ചിരി അങ്ങ് ടെൻഷൻ പിടിച്ച് നമ്മൾ പെട്ടെന്ന് തിരിച്ചു പോകണല്ലോ എന്നുള്ളൊരു ഇതിൽ വരും. പക്ഷെ രാവിലെ ഇറങ്ങുവാണെങ്കിൽ കറക്റ്റ് ഒരു 4 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുള്ള നല്ല ഇതുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ കുറേ നാളായിട്ട് വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കുറേ നാൾ കൂടി യൂട്യൂബിൽ ഇടുന്ന ഒരു വീഡിയോ ആണ്.
അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇതിപ്പോൾ ഞാൻ എടുക്കണം എന്നൊന്നും വിചാരിച്ച് എടുത്തതല്ല കേട്ടോ. ഞാൻ കുറച്ച് വീഡിയോസ് എടുത്ത് ഇട്ടെന്നേ ഉള്ളൂ. അപ്പോൾ അതിനകത്തൊന്നും നല്ലതുപോലെ അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും വീഡിയോസ് വന്നിട്ടുണ്ടാകത്തില്ല. പക്ഷേ നിങ്ങളുടെ ഒക്കെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായി ഞങ്ങളുടെ ചാനൽ ഒന്നും കൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞങ്ങളെ. അപ്പം നല്ലൊരു നല്ല കമൻറ്റുകളും ഒക്കെ നമുക്ക് തരിക. ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന പോലെ നമ്മുടെ ചാനൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നു. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ നമ്മൾ കാണുന്നതായിരിക്കും. ഓക്കെ, അപ്പം അതുവരെ ടാറ്റാ, ബൈ ബൈ.